ഹലോ. ദേ നമ്മൾ കിച്ചണിലെല്ലാം തിരക്കിട്ട പണിയിലാവുമ്പോഴാവും നമുക്ക് വേപ്പിലയുടെ തീർന്നു എന്ന് തോന്നും. അപ്പം നമ്മൾ ഓടി വരും. അങ്ങനെ ഓടി വന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച നോക്കി. എൻ്റെ മുളകും തൈ വെള്ള മുളക് ഞാൻ ആശിച്ച് കുഴിച്ചിട്ടതാണ്. ഞാൻ അതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ വന്നപ്പോൾ അതായില്ല, മൂപ്പായില്ല. ഞാൻ പിന്നെ വന്ന് എടുക്കാമെന്നും പറഞ്ഞ് വിട്ടിട്ട് പോയതാണ്. ഇപ്പം വേപ്പിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം കൂടെ പഴുത്ത് ഇലയെല്ലാം കൂടെ വാടി കൊഴിഞ്ഞ് നിൽക്കുന്നു. എനിക്ക് സങ്കടം വരും. കാരണം നമ്മളൊരു സാധനം കുഴിച്ചിട്ടിട്ട് അത് ഇത്രയും ആയിട്ട് എന്ത് കഷ്ടപ്പെടും അല്ലേ. എത്ര എന്നും വന്ന് നോക്കും, ഇത് വളർന്നോ പൂവിട്ടോ എന്നൊക്കെ. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ വിഷമം അറിയാവൂല്ലേ. അല്ലാത്തവരും അറിയാം ഇതെന്തൊരു ചെടിയല്ലേ, ഒരു മുട്ടയല്ലേ, ഒരു മുളകല്ലേ എന്ന്. പക്ഷെ കുഴിച്ചിട്ട് നമ്മളൊരു ചെടിയായാലും ഒരു മുളകും തൈ ആയാലും അത് കുഴിച്ചിട്ട് അത് കായ്ച്ച് വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേക സുഖമാണ്. അത് ഏതൊരു കാര്യമാണ്, ജോലി ചെയ്യുന്നവർക്കായാലും അവർ ചെയ്യുന്ന ജോലിയിലൊരു ഒരു കാര്യം വിജയിച്ചു വരുമ്പോഴുള്ളൊരു സന്തോഷം എന്നാൽ പറയാം. നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയതാണെങ്കിലും ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്നാൽ മതി. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. വലിയ സന്തോഷങ്ങളൊന്നും നമുക്കില്ലെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഞാൻ വളരെ സന്തോഷപ്പെടുന്ന ഒരാളാണ്. അപ്പം ഇതിൽ സങ്കടം വരാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് ഇതിങ്ങനെയായ ഇനി ഇതിനെ എന്ത് ചെയ്തിട്ടത് ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരിക? ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടാലും ചിലപ്പോൾ ഇതിങ്ങനെ പോവാനും സാധ്യതയുണ്ട്. ഒത്തിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ ചിലപ്പോൾ ഇത് ലാസ്റ്റ് ഇത് പോവാനാണോ ഇത് ഇത്രയും മുളകിട്ട് നിൽക്കുന്നതെന്നും പറയാൻ പറ്റുമോ? അതുമില്ല. ഏതായാലും എൻ്റെ നല്ല കാലമോ എൻ്റെ കഷ്ടകാലമോ എൻ്റെ അശ്രദ്ധ മൂലം സംഭവിച്ചതാണ്. ഞാൻ തന്നെ കുഴിച്ച കുഴി ഞാൻ തന്നെ വീണു എന്ന് പറഞ്ഞ മാതിരി എൻ്റെ ഒരു കുറച്ച് ദിവസത്തെ നോട്ടമില്ലായ്മ കൊണ്ട് എൻ്റെ മുളകും തൈയുടെ അവസ്ഥ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ? അത് എന്തായിക്കോട്ടെ കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. പക്ഷേ ഏതൊരു കാര്യം ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എന്ത് തന്നെ ചെയ്താലും അത് ഫലം കാണുന്നത് വരെ അതിൻ്റെ കൂടെ നിൽക്കണം.